നമസ്കാരം. ഒരു കാലത്ത് തമിഴ് സിനിമാ ലോകത്ത് ആക്ഷൻ ചിത്രങ്ങൾക്ക് മുന്നിൽ വിജയകാന്ത് എന്ന ഒറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ. അഴിമതിക്കും അക്രമത്തിനുമെതിരെ ആഞ്ഞടിക്കുന്ന വീരനായകരുള്ള ആക്ഷൻ സിനിമകളുമായി വിജയകാന്ത് ഇറങ്ങിയത് ആരാധകരുടെ മനസ്സിലേക്കായിരുന്നു. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന ക്ഷോഭിക്കുന്ന യുവാവിനെ തമിഴ് പ്രേക്ഷകർ ഏറ്റെടുത്തു. നാടിനെ സ്നേഹിക്കുന്ന, നാട്ടുകാർക്ക് നല്ലത് ചെയ്യുന്ന, നാടിനും കുടുംബത്തിനുമായി എന്ത് ത്യാഗവും ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ പുരട്ചി കലൈഞ്ചർ എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചു. ആക്ഷൻ രംഗങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച വിജയകാന്ത് ഡ്യൂപ്പില്ലാതെ ചെയ്ത കഥാപാത്രങ്ങൾ നിരവധിയാണ്. എന്നാൽ അക്കൂട്ടത്തിൽ ആരാധകരെ ഞെട്ടിച്ചത് സേതുപതി IPSന്റെ അണിയർ കഥകളായിരുന്നു. സിനിമാ രംഗങ്ങളുടെ വിശദാംശങ്ങൾ 28 വർഷത്തിനു ശേഷം നിർമ്മാണ കമ്പനിയായ AVM പുറത്തുവിട്ടത് അത്ഭുതത്തോടെയായിരുന്നു ആരാധകർ കണ്ടത്. തീവ്രവാദികൾ ക്ലോക്ക് ടവറിൽ സ്ഥാപിച്ച ബോംബ് വിജയകാന്തിന്റെ കഥാപാത്രം നിർവീര്യമാക്കുന്നതാണ് രംഗം. വിജയകാന്ത് ക്ലോക്ക് ടവറിൽ വലിഞ്ഞു കയറി കൂറ്റൻ ഘടികാരത്തിന്റെ സൂചികൾ തിരിക്കുന്നതാണ് രംഗം. എന്നാൽ അദ്ദേഹം അത് ചെയ്തത് ഡ്യൂപ്പില്ലാതെ ആയിരുന്നുവെന്ന് നിർമ്മാണ കമ്പനികളുടെ ദൃശ്യത്തിൽ കാണാം. ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിജയകാന്തിന്റെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് കയ്യടി നേടിയ ചിത്രമാണ് സേതുപതി IPS. P. വാസുവാണ് ചിത്രം സംവിധാനം ചെയ്തത്. പോലീസ് സൂപ്രണ്ടായിട്ടാണ് ചിത്രത്തിൽ താരമെത്തിയത്. മീന നായികയെത്തിയ ചിത്രം ആ വർഷത്തെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. വിജയകാന്തിന്റെ അത്യുഗ്രൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്ന സിനിമയാണ് സേതുപതി IPS. പോലീസ് യൂണിഫോമിൽ ക്ലോക്ക് ടവറിൽ കയറുന്ന രംഗങ്ങൾ ഡ്യൂപ്പ് ഉപയോഗിച്ച് ചെയ്തിരുന്നുവെന്നാണ് അന്ന് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ റോപ്പ് പോലും ഉപയോഗിക്കാതെ അത്യന്തം സാഹസം നിറഞ്ഞ രംഗത്തിൽ വിജയകാന്ത് അഭിനയിക്കുകയായിരുന്നു. 1980കളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയകാന്ത് ഉയരുന്നത്. 100ാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായാണ് അറിയപ്പെടുന്നത്. ഈ ചിത്രത്തോടെയാണ് ക്യാപ്റ്റൻ എന്ന് ആരാധകർ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങിയത്. അഴിമതിക്കും അക്രമത്തിനുമെതിരെ ആഞ്ഞടിക്കുന്ന വീരനായകരുള്ള ആക്ഷൻ സിനിമകൾക്കൊപ്പം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിൽ നിസ്സഹായനാകുന്ന, അത് തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന നായകന്മാരെ അവതരിപ്പിച്ചും വിജയകാന്ത് പ്രേക്ഷകരുടെ ഇഷ്ടം നേടി. അത്തരം സിനിമകളിൽ പലതും നിരൂപക പ്രശംസയും നേടിയിട്ടുണ്ട്. 2010 പുറത്തിറങ്ങിയ ബിരുദഗിരിയിലാണ് അവസാനം നായകനായി അദ്ദേഹം അഭിനയിച്ചത്. അത് സംവിധാനം ചെയ്തത് വിജയകാന്ത് ആയിരുന്നു. 2015 റിലീസായ ശതാബ്ദം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് അവസാനം സ്ക്രീനിലെത്തിയത്. അദ്ദേഹത്തിന്റെ മകൻ ഷൺമുഖ പാണ്ഡ്യനായിരുന്നു നായകൻ. സിനിമയിൽ പ്രശസ്തിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് തിരികെയായിരുന്നു. 2005 ദേശീയ മുർബോക് ദ്രാവിഡ കഴകം അഥവാ DMDK എന്ന രാഷ്ട്രീയ പാർട്ടിക്കും വിജയകാന്ത് രൂപം നൽകി. 2006 തമിഴ്നാട് നിയമസഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എല്ലാ 234 സീറ്റുകളിലും മത്സരിച്ചെങ്കിലും വിജയകാന്ത് മത്സരിച്ച മണ്ഡലത്തിൽ മാത്രമേ വിജയം നേടാനായുള്ളൂ. ബിരുദാചലം, ഋഷിവന്തി മണ്ഡലങ്ങളിൽ നിന്ന് ഓരോ തവണ വിജയിച്ചു. 2011-2016 കാലയളവിൽ തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവുമായിരുന്നു വിജയകാന്ത്. 1952 ഓഗസ്റ്റ് 25 തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം. വിജയരാജ് അളകസ്വാമി എന്നാണ് യഥാർത്ഥ പേര്. പുരട്ചി കലൈഞ്ചർ എന്നും ക്യാപ്റ്റൻ എന്നുമാണ് ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. MA കാജ സംവിധാനം ചെയ്ത 1979 പുറത്തിറങ്ങിയ എനിക്കും ഇളമയെ ആയിരുന്നു ആദ്യ ചിത്രം. 100ാവത് നാൾ, വൈദേഹി കാത്തിരുന്നാൾ, ഊമൈ വിഴികൾ, പുലൻ വിചാരണെ, സത്രയൻ, കൂലിക്കാരൻ, വീരൻ വേലുത്തമ്പി, സിന്ദൂരപ്പൂവെ, എങ്കൽ അണ്ണ, ഗജേന്ദ്ര, ധർമ്മപുരി, രമണ തുടങ്ങി 154 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 2010 ബിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി. പ്രധാന വേഷത്തിൽ അവസാനമായി എത്തിയ ചിത്രവും ഇതുതന്നെയാണ്. 2015 മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായെത്തിയ ശതാബ്ദം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു. 1996 MGR പുരസ്കാരം, 2001 കലൈമാമണി പുരസ്കാരം, ബെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം, 2009 ടോപ്പ് 10 ലെജൻഡ്സ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരം, 2011 ഓണററി ഡോക്ടറേറ്റ് എന്നിവയും വിജയകാന്തിനെ തേടിയെത്തി.